നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റൊരു ഹൈന്ദവ ആചാരത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ക്ഷേത്ര ദർശനവും അവിടെ ചെയ്യുന്ന വഴിപാടുകളും അല്ലാതെ സ്വഗ്രഹത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഗ്രഹത്തിലും നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു ഉണർവും ഉന്മേഷവും പോസിറ്റീവ് എനർജിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ധാരാളം ആചാരങ്ങൾ നമ്മളുടെ പൂർവികർ നിശ്ചയിച്ചിരുന്നു. അത്തരത്തിൽപ്പെട്ട ഏതാനും ആചാരങ്ങൾ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മകരച്ചൊവ്വ, ചെങ്കണപതി ഹോമം, ആലിനും ആര്യവേപ്പിനും കല്യാണം തുടങ്ങിയ വീഡിയോകൾ ഇത്തരം ആചാരങ്ങളെ പരിചയപ്പെടുത്തിയവയായിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോകളുടെ ലിങ്ക് ഇടുന്നതാണ്. എൻ്റെ സ്ക്രീനിലും ഒക്കെ ആ ലിങ്ക് നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് വ്യക്തി ജീവിതത്തിൽ ഉയർച്ച നേടാനായിട്ട് കഴിയുന്നതാണ്. പഴമക്കാർ ചെയ്തു വന്നിരുന്ന ആചാരങ്ങളിൽ ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഗണപതിക്ക് ഒരു അടനൈവേദ്യം എന്നുള്ള ആചാരത്തെയാണ്. ഇത് പെൺകുട്ടികൾ വിശേഷമായിട്ട് ചെയ്തിരുന്ന ഒരു ആചാരമാണ്. മംഗല്യഭാഗ്യത്തിനും വിവാഹം കാലതാമസം കൂടാതെ നടക്കുന്നതിനും നല്ല ഭർത്തൃലാഭത്തിനും നല്ല കുടുംബജീവിതം ഉണ്ടാകുന്നതിനുമൊക്കെ ഗണപതി ഭഗവാന് സ്വയം അടനിവേദ്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന ആചാരമാണ് ഗണപതിക്ക് ഒരു അടനിവേദ്യം എന്ന പൂജ. ഇതിന് പെൺകുട്ടികൾ പ്രത്യേകമായിട്ട് പൂജാ സംവിധാനങ്ങളൊന്നും അറിയണമെന്നില്ല, പ്രത്യേകമായിട്ട് മന്ത്രങ്ങൾ പോലും അറിയണമെന്നില്ല. ഏതൊരു കുട്ടിക്കും ഇത് ചെയ്തുകൊണ്ട് അവരവരുടെ വ്യക്തി ജീവിതം, വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഐശ്വര്യപ്രദമാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ആചാരമാണിത്. നല്ല വിവാഹം, കാലതാമസമില്ലാതെ വിവാഹം, നല്ല ഭർത്തൃലാഭം, നല്ല കുടുംബജീവിതം തുടങ്ങിയവ ആഗ്രഹിക്കുന്ന ഏതു പെൺകുട്ടിക്കും സ്വയം ഈ ആചാരത്തെ പാലിച്ചുകൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഗണപതിക്ക് ഒരു അടനിവേദ്യം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് എനിക്ക് പ്രചോദനമാകും. നമുക്ക് ഗണപതിക്കൊരു അടനിവേദ്യം എന്ന വിഷയത്തിലേക്ക് കടക്കാം. വളരെ ലളിതമായി ഏത് പെൺകുട്ടിക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ആചാരമാണ് ഗണപതിക്ക് ഒരു അടനിവേദ്യം എന്നുള്ളത്. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് സ്വയം ഗണപതിക്ക് അടനിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുക. പെൺകുട്ടികൾ സ്വയം അട ഉണ്ടാക്കിയിട്ട് അത് ഗണപതി ഭഗവാനായിട്ട് സമർപ്പിക്കുകയാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വേണം ഈ അട ഉണ്ടാക്കാനായിട്ട്. ഗണപതിക്ക് വെക്കുന്ന അടയിൽ മധുരം കുറവായിരിക്കണം, കൂടുതൽ മധുരമാകാൻ പാടില്ല. പണ്ട് പുരാതന കാലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഗണപതിക്ക് അട നിവേദ്യമായിട്ട് സങ്കല്പിക്കുന്നത് കൂടാതെ തന്നെ ശിവനും പാർവതിയെയും കൂടെ സങ്കല്പിച്ച് ആ സമയത്ത് നിവേദ്യം നൽകുന്നതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ശിവപാർവതി ദമ്പതിമാരെ കൂടി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അട നിവേദിക്കാവുന്നതാണ്. മന്ത്രങ്ങൾ അറിയാവുന്നവർ മന്ത്രം ജപിക്കുക. ഗണപതിയുടെ മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമ എന്ന മൂലമന്ത്രവും, ധ്യാനമന്ത്രങ്ങൾ അറിയാവുന്നവർ ധ്യാനമന്ത്രവും, ഗണപതി ഗായത്രി മന്ത്രം അറിയാവുന്നവർ ആ മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുക. ഗണപതി ഗായത്രി മന്ത്രം ഞാൻ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഗണപതിയുടെ മറ്റ് പല മന്ത്രങ്ങളും, ശിവപാർവതി മന്ത്രങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കേട്ട് മനസ്സിലാക്കി ചൊല്ലാൻ സാധിക്കുന്നവർ ചൊല്ലുക. ഈ നിവേദ്യം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുക. ഗണപതിക്ക് വിശേഷമായിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ജന്മനക്ഷത്രങ്ങളിൽ, അവരവരുടെ ജന്മനക്ഷത്രങ്ങളിലും ഗണപതിക്ക് വിശേഷമായിട്ടുള്ള ദിവസങ്ങളിലും ഒക്കെ ചെയ്യുന്നത് നല്ല ഫലത്തെ ലഭിക്കുന്നതിന് കാരണമാകും. ദേവീദേവന്മാരുടെ വിശേഷ ദിവസങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഗണപതി ഭഗവാന്റെ വിശേഷ ദിവസത്തെ ഇവിടെ ലഘുവായിട്ടൊന്ന് പ്രതിപാദിക്കാം. തുലാമാസത്തിലെ തിരുവോണം ഗണപതിയും മീനമാസത്തിലെ പൂരം ഗണപതിയും ഒക്കെ വിശേഷപ്പെട്ടതാണ്. കൂടാതെ എല്ലാ ചതുർത്ഥി ദിനങ്ങളും, പ്രത്യേകമായിട്ട് വിനായക ചതുർത്ഥിയും, ഇവ കൂടാതെ 30 വെള്ളിയാഴ്ചകളും ഗണപതിക്ക് വിശേഷ ദിവസങ്ങളാണ്. ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം ഗണപതിക്ക് അട നിവേദ്യമായിട്ട് നൽകിക്കൊണ്ട് ഗണപതി പ്രീതി നേടാവുന്നതാണ്.
എല്ലാ പെൺകുട്ടികളും നല്ല കുടുംബജീവിതത്തിനും മംഗല്യഭാഗ്യത്തിനുമൊക്കെ ആയിട്ട് ഗണപതിക്ക് അട നിവേദിക്കുക. ഈ വിശേഷ ദിവസങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അട നിവേദിച്ച് സമർപ്പിച്ച് മംഗല്യഭാഗ്യം കൃത്യസമയത്ത് തന്നെ നടക്കുക എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചും ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല കുടുംബജീവിതവും നല്ല ഭർത്തൃലാഭവും ഒക്കെ ലഭിക്കാനായിട്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഒപ്പം പാർവതി പരമേശ്വരന്മാരുടെയും അനുഗ്രഹത്തെ ആവശ്യമാണ്. എല്ലാവരുടെയും അനുഗ്രഹം, ഈ ദേവീദേവന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.